ഹലോ ഗൈസ്, ഇതിലൊരു സ്വാഗതം. ട്രേഡിംഗ് സീരീസിലെ 15th പാർട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ സംസാരിക്കാനായിട്ട് പോകുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ കോൺസെപ്റ്റിനെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്താണ് സോൺ എന്നുള്ളതും ആ സോണുകൾ എങ്ങനെ മാർക്കറ്റ് അനലൈസ് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. ആ വീഡിയോ കാണാത്തവരാണ് എന്നതിൽ കാർഡിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. മസ്റ്റായിട്ടും ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. സോ ട്രേഡിംഗ് സീരീസിന്റെ മറ്റ് പാർട്ടുകൾ എല്ലാ വീഡിയോസുകളും നിങ്ങൾ പെട്ടെന്ന് തന്നെ കാണുക. നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. നിങ്ങൾ ആ ഒരു വീഡിയോ ഓർഡർ പ്രകാരം മാത്രമേ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. സോ നമുക്ക് ഇന്നത്തെ കണ്ടന്റിലോട്ട് പോകാം. സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്നുള്ള ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചു വെച്ചാൽ തന്നെ മാർക്കറ്റിൽ നല്ല രീതിയിൽ, അതായത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എൻട്രികൾ എടുത്തിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എൻട്രിയാണ് മാർക്കറ്റിൽ സപ്ലൈ ആൻഡ് ഡിമാൻഡ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നത്. സോ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. സപ്ലൈ ആൻഡ് ഡിമാൻഡിന്റെ ഡെഫിനിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സപ്ലൈ ഡിമാൻഡ് ഇൻ ട്രേഡിംഗ് റെഫർ ടു റിലേഷൻഷിപ്പ് ദ അവൈലബിലിറ്റി ആൻഡ് ഡിമാൻഡ് ഫോർ ആൻ അസറ്റ് ആൻഡ് ഇറ്റ് ഈസ് പ്രൈസ്. അതായത് ഒരു പ്രൈസിന് വരുന്ന ഡിമാൻഡും അതിൻ്റെ അവൈലബിലിറ്റിയുമാണ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ആ ഒരു പ്രൈസിൻ്റെ അവൈലബിലിറ്റിയും അതിൻ്റെ ഡിമാൻഡും, ആ ഡിമാൻഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകും. സോ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ കയ്യിൽ ഒരു 100 പ്രോഡക്റ്റ് ഉണ്ട്. ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് സെല്ല് ചെയ്യണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് 1000 പേരാണ് ഇവിടെ അത് വാങ്ങാനായിട്ട് നിൽക്കുന്നതെന്ന് വിചാരിക്കുക. ഇവിടെ ഒരു 1000 പേരാണ് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാനായിട്ട് വന്നിട്ടുള്ളത്. സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എൻ്റെ കയ്യിൽ 100 പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളൂ. പക്ഷേ ഇവിടെ 1000 വ്യക്തികൾ വാങ്ങാനായിട്ട് ഓൾറെഡി അവിടെ പെൻഡിങ് ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു 100 പ്രോഡക്റ്റിനെയും വില കൂട്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിൽക്കാൻ പറ്റും. സോ അങ്ങനെ എനിക്ക് വില കൂട്ടി വിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര വില കൊടുത്തും ആളുകൾ വാങ്ങാൻ റെഡിയാണ്. കാരണം ഈ ഒരു 1000 പേരിൽ 100 പേര് ഒഴിഞ്ഞു പോയാലും, എനിക്ക് വേണ്ട വില കൂടുതലാണ് എന്ന് വിചാരിച്ച് ഒഴിഞ്ഞു പോയാലും ശരി, ഇവിടെ ബാക്കി 900 പേരെന്താണ് പെൻഡിങ് ആണ് അല്ലേ. സോ അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു 100 പ്രോഡക്റ്റും വില കൂട്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? വിൽക്കാൻ പറ്റും. അതായത് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ സപ്ലൈ കുറവാണ്, ഇവിടെ ഡിമാൻഡ് കൂടുതലാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയേ. എൻ്റെ കയ്യിൽ 100 പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുണ്ട്. അത് വാങ്ങാൻ വേണ്ടിയിട്ട് ആകെ ഒരു 10 പേരെ മാർക്കറ്റിലുള്ളൂ എന്ന് വിചാരിക്കുക. സോ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഞാൻ എൻ്റെ ഈ ഒരു പ്രോഡക്റ്റിന് വില കൂട്ടി വിൽക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് ഒരു പ്രീമിയം ക്വാളിറ്റിയിലാണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഇവിടെ ആളുകൾ ഡിമാൻഡ് ചെയ്തിട്ട് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ നിൽക്കുമോ? ഇല്ല. കാരണം എന്തുകൊണ്ടാണ്? ഇവിടെ ബൈ ഏഴ്സ് കുറവാണ്. എത്ര വില കൂട്ടി ഞാൻ വിൽക്കാൻ ശ്രമിച്ചാലും ഇവിടെ എന്തില്ല, ഇതിവിടെ വാങ്ങാൻ ആളുകൾ തിരക്ക് കൂട്ടില്ല എന്നർത്ഥം. കാരണം 9 പേർക്ക് ഇവിടെ 9 പേര് ഈ ഒരു പ്രോഡക്റ്റുകൾ വാങ്ങിപ്പോയാലും 10ാമതൊരാൾക്ക് വാങ്ങാനുള്ള പ്രോഡക്റ്റ് ഇവിടെ എപ്പോഴും അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ റൈറ്റ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. പെട്ടെന്ന് ഇത് സെല്ല് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിൻ്റെ റൈറ്റ് കൂട്ടി വിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇവിടെ ഇതിൻ്റെ സപ്ലൈ കൂടുതലും അതുപോലെ തന്നെ ഇതിൻ്റെ ഡിമാൻഡ് കുറവുമാണ്. സോ അങ്ങനെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇതിനെ മനസ്സിലാക്കാൻ പറ്റിയ ഒരു രീതി എന്ന് പറയുന്നത്, ഒരു പ്രോഡക്റ്റിൻ്റെ സപ്ലൈ കൂടുതലും അതുപോലെ തന്നെ അതിൻ്റെ ഡിമാൻഡ് കുറവാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു മാർക്കറ്റിൽ അതിൻ്റെ പ്രൈസ് കുറയുകയും അതിനെ സപ്ലൈ സോണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ അതിൻ്റെ ഓപ്പോസിറ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ആ ഒരു പ്രോഡക്റ്റിൻ്റെ അവൈലബിലിറ്റി കുറവും അതുപോലെ അതിൻ്റെ ഡിമാൻഡ് വാങ്ങാനുള്ള ആളുകൾ കൂടുതലുമാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികം അതിൻ്റെ പ്രൈസ് ഇൻക്രീസ് ആവും, അതായത് വില കൂടും എന്നർത്ഥം. മാർക്കറ്റിൽ ഒരു പ്രോഡക്റ്റിൻ്റെ റേറ്റ് കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? മാർക്കറ്റ് ഒരു ബുള്ളിഷ് മാർക്കറ്റാവും, പ്രൈസ് ഇൻക്രീസ് ആവും. സോ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഡിമാൻഡിനേക്കാൾ സപ്ലൈ കുറവാണ് എന്നുണ്ടെങ്കിൽ പ്രൈസ് ഇൻക്രീസ് ആവും. അതുപോലെ തന്നെ ഡിമാൻഡിനേക്കാൾ സപ്ലൈ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ പ്രൈസ് ഫാൾസ് ആവും, അതായത് പ്രൈസ് കുറയും. സോ ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. മാർക്കറ്റിൽ 2 തരം ട്രേഡേഴ്സ് ആണുള്ളത്. ഒന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻ ട്രേഡേഴ്സും ഒന്ന് റീറ്റെയിൽ ട്രേഡേഴ്സും. റീറ്റെയിൽ ട്രേഡേഴ്സ് എന്ന് പറയുന്നത് നമ്മളെപ്പോലെ റീറ്റെയിലായിട്ട് ചെറിയ എമൗണ്ട്, ചെറിയ ക്വാണ്ടിറ്റി ട്രേഡ് എടുക്കുന്ന ആളുകളാണ്. സോ ഇൻസ്റ്റിറ്റ്യൂഷൻ ട്രേഡേഴ്സ് എന്ന് പറയുന്നത് വലിയ കമ്പനികളോ അല്ലെങ്കിൽ വലിയ രീതിയിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളോ ആയിരിക്കാം. സോ അവരുടെ ഹ്യൂജ് ഫണ്ടാണ് മാർക്കറ്റിലോട്ട് ഒരേ സമയത്ത് വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും മാർക്കറ്റിന് ആ ഒരു മൂവ്മെൻറ്റ് ശക്തമായിട്ട് അത് ബെയറിഷ് ആയാലും ബുള്ളിഷ് ആയാലും ശരി, ആ ഒരു ക്യാൻഡിൽസിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. സോ ഈ ഒരു ഡിമാൻഡ് ആൻഡ് സപ്ലൈ സോൺ നമ്മളെ സഹായിക്കുന്നത് ഇങ്ങനെയുള്ള ക്യാൻഡിൽസുകളെ നോക്കിയിട്ടാണ്.
അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ എങ്ങനെയാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് എൻട്രി എടുത്തിട്ടുണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവിടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഒരു ഡിമാൻഡ് ആൻഡ് സപ്ലൈ സോൺ കോൺസെപ്റ്റ് വെച്ചിട്ടാണ്. ആ ഒരു ചെറിയ കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോ നമുക്ക് ഈ ഒരു ഡിമാൻഡ് സോൺ മാർക്കറ്റിൽ എങ്ങനെയാണ് കാണുന്നത്, എങ്ങനെയാണ് ആ ഒരു ചാർട്ടിൽ എങ്ങനെയാണ് നോക്കേണ്ടത് എന്നുള്ളത് നമുക്ക് ഇവിടെ നോക്കാം. മാർക്കറ്റ് ഇങ്ങനെ ഒരു ഡൗൺ ട്രെൻഡ് ആണ് എന്ന് വിചാരിക്കുക. ഇവിടെ ഈ ഒരു പ്ലേസിൽ നിന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഒരു 1000 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് വിചാരിക്കുക. ഈ ഒരു 1000 കോടി അവർക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പ്രോഫിറ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഒരു പൊസിഷനിൽ നിന്ന് എൻട്രി എടുത്തതിന് ശേഷം മാർക്കറ്റിനെ മുകളിലോട്ട് കൊണ്ടുപോകാം, എന്നാൽ അവർക്ക് പ്രോഫിറ്റ് ലഭിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇങ്ങനെ മൂവ് ആവുന്നതിനനുസരിച്ചിട്ട് അവരിങ്ങനെ ബൈ ചെയ്ത് കഴിഞ്ഞാൽ നിലവിലെ മാർക്കറ്റ് ഇങ്ങനെ മൂവ് ആവുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കുറച്ച് എൻട്രി എന്താവും, ഇവിടെ നിന്ന് പ്ലേസ് ആവും. അതുപോലെ കുറച്ച് എൻട്രി ഇവിടെ നിന്ന് പ്ലേസ് ആവും, കുറച്ച് എൻട്രി ഇവിടെ നിന്ന് പ്ലേസ് ആവും. അങ്ങനെയാണ് അവർ ബൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നോർമലി അവർക്ക് മാർക്കറ്റ് ഇവിടെ എത്തിയാൽ പോലും വലിയ രീതിയിലുള്ള പ്രോഫിറ്റ് അവർക്ക് ലഭിക്കത്തില്ല. സോ അവർ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഒരു മാർക്കറ്റിനെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആ ഒരു മാർക്കറ്റിലാണ് അവർ എൻട്രി എടുക്കുന്നതും നമ്മളെപ്പോലുള്ള റീറ്റെയിൽ ആയിട്ടുള്ള ട്രേഡേഴ്സുകൾ ട്രാപ്പായി പോകുന്നതും. അപ്പോൾ അത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഇതൊരു ബെയറിഷ് ട്രെൻഡാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ എന്ത് ചെയ്തു? ഇവിടെ നിന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് എൻട്രി എടുക്കണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഈ ഒരു 1000 കോടി ഇവരെ ഒറ്റയടിക്ക് ഇൻവെസ്റ്റ് ചെയ്യില്ല. കാരണം എന്തുകൊണ്ട്? 1000 കോടിക്കുള്ള ആ ഒരു ഓർഡേഴ്സ് ഇവിടെ ഉണ്ടാവത്തില്ല. കാരണം അത്രയും ഹ്യൂജ് ക്വാണ്ടിറ്റി ഓർഡേഴ്സുകളാവും അവിടെ പ്ലേസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഒരേ സമയത്ത് ഇത്രയും ക്വാണ്ടിറ്റി ഓർഡേഴ്സ് അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക? ഈ ഒരു ഏരിയയിൽ നിന്ന് അവരൊരു 200 കോടി രൂപ എന്ത് ചെയ്യുന്നു? അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു ക്വാണ്ടിറ്റി അവിടെ ബൈ ഓർഡേഴ്സ് ആയിട്ട് വന്നത് കൊണ്ട് തന്നെ മാർക്കറ്റ് ഒരു ശക്തമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് ഇവിടെ കാണിച്ചു തരും. ഇങ്ങനെ മൂവ്മെൻറ്റ് കാണിച്ചു തരുമ്പോൾ തന്നെ ആളുകൾ ബൈ ചെയ്യാൻ തുടങ്ങും. ബൈ ചെയ്യുമ്പോൾ കുറച്ച് മുകളിലോട്ട് പോയാൽ തന്നെ ഈ ഒരു ബൈ ചെയ്ത റീറ്റെയിൽ ആയിട്ട് ട്രേഡേഴ്സിനൊക്കെ അത്യാവശ്യം പ്രോഫിറ്റ് ഇവിടെ നിന്ന് ലഭിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ എന്ത് ചെയ്യും? ഈ ഒരു പൊസിഷനിൽ എത്തുമ്പോൾ തന്നെ കുറച്ച് പ്രോഫിറ്റ് ലഭിച്ചാൽ തന്നെ അവരൊക്കെ സെല്ല് ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ സെല്ല് ചെയ്യുമ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്യും? നേരെ താഴത്തോട്ട് തന്നെ വരും. ഇങ്ങനെ താഴേക്ക് വരുന്ന ഈ ഒരു മാർക്കറ്റിൻ്റെ ഇതേ ഒരു പൊസിഷനിൽ എത്തുമ്പം അവർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്യും? ഇതേ ആ ഒരു ഏരിയയിൽ നിന്ന് വീണ്ടും ഒരു 200 കോടി എന്ത് ചെയ്യുന്നു? ഇൻവെസ്റ്റ് ചെയ്യുന്നു. സോ എന്തായി? 400 കോടി ടോട്ടൽ അവർ ഇതേ ഏരിയയിൽ നിന്ന് തന്നെ ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു ബുള്ളിഷ് ട്രെൻഡ് കാണിക്കും. അപ്പോൾ വീണ്ടും റീറ്റെയിൽ ട്രേഡേഴ്സ് അവിടെ ബൈ ചെയ്യാൻ നോക്കുന്നു. മാർക്കറ്റ് നേരെ മുകളിലോട്ട് പോകുന്നു. റീറ്റെയിൽ ആയിട്ടുള്ള ട്രേഡേഴ്സിന് ചെറിയ പ്രോഫിറ്റ് ലഭിക്കുക തന്നെ കുറേ ആളുകൾ എന്ത് ചെയ്യും? സെല്ല് ചെയ്യാൻ തുടങ്ങും. വീണ്ടും മാർക്കറ്റ് താഴേക്ക് വരും. താഴേക്ക് വരുമ്പോൾ വീണ്ടും എന്ത് ചെയ്തു? അവർ ആദ്യം എൻട്രി എടുത്ത അതേ പൊസിഷനിലോട്ട് തന്നെ വീണ്ടും എന്ത് ചെയ്യുന്നു? മാർക്കറ്റ് വരുന്നു. അവർക്ക് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള 600 കോടിക്കുള്ള ഓർഡേഴ്സ് ഇവിടെ ഉണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ 600 കോടിക്കുള്ള ഓർഡേഴ്സ് ഓൾറെഡി അവിടെ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. സോ അതല്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ആ ഒരു 400 കോടി എന്ത് ചെയ്യുന്നു? അവർ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. സോ അപ്പോൾ ടോട്ടൽ എന്ത് ചെയ്തു? ഇതേ ആ ഒരു പ്രൈസിൽ നിന്ന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഒരു 800 കോടിക്കുള്ള ആ ഒരു ഓർഡേഴ്സുകൾ ഇതേ പ്രൈസിൽ നിന്ന് അവർക്ക് വാങ്ങാൻ പറ്റി. സോ മാർക്കറ്റ് നേരത്തെ പറഞ്ഞതുപോലെ ബുള്ളിഷ് ക്യാൻഡിൽ കാണിക്കുന്നു. റീറ്റെയിൽ ട്രേഡേഴ്സ് സെല്ല് ചെയ്യുന്നു. വീണ്ടും എന്ത് ചെയ്യുന്നു? മാർക്കറ്റ് തിരിച്ച് ഇതേ പൊസിഷനിലോട്ട് തന്നെ വരുന്നു. അവർ ആ ബാക്കിയുള്ള 200 കോടിയും കൂടെ എന്ത് ചെയ്യുന്നു? ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് അവർ ഈ ഒരു 1000 കോടിക്ക് ഇവിടെ നിന്നും ബൈ ചെയ്യാൻ ഉദ്ദേശിച്ച അവർക്ക് ഇവിടെ നിന്നും കറക്റ്റായിട്ടുള്ള 1000 കോടിക്കുള്ള ആ ഒരു ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റിനെ അവരെന്ത് ചെയ്യുന്നു? ട്രാപ്പ് ചെയ്തിട്ട് വീണ്ടും അവർക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു പ്രൈസിൽ അവർ തന്നെ വാങ്ങി എടുക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. സോ ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ഡിമാൻഡ് സോൺ. സോ ഡിമാൻഡ് സോണിൽ എപ്പോഴും എന്താണ് സംഭവിക്കുന്നത്? പ്രൈസ് ഇൻക്രീസ് ആവും. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു പ്രൈസ് എന്താവും? ഇൻക്രീസ് ആവും. ഇനി നിങ്ങൾ നേരെ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് ഈ ഒരു പ്രൈസിൽ നിന്നാണ് മാർക്കറ്റിനെ അവർക്ക് സെല്ല് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ, അതായത് ഒരു 1000 കോടി ഈ ഒരു പ്രൈസിൽ നിന്നാണ് അവർക്ക് 1000 കോടി ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ അവരെന്താ ചെയ്യുക? ഇവിടെ ആദ്യം എന്ത് ചെയ്യും? ഒരു 200 കോടി ഇൻവെസ്റ്റ് ചെയ്യുന്നു. സോ നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി. 200 കോടി ഈ ഒരു മാർക്കറ്റിൽ ഈ ഒരു പ്രൈസിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. സോ മാർക്കറ്റ് താഴേക്ക് വരുന്നു. റീറ്റെയിൽ ആയിട്ട് ട്രേഡേഴ്സ് ഇവിടെ നിന്നും പ്രോഫിറ്റ് എടുക്കുന്നു. മാർക്കറ്റ് എന്ത് ചെയ്യും? ഒരു റിജക്ഷൻ തരുന്നു. ഇതേ പ്രൈസിലോട് തന്നെ വീണ്ടും എത്തുമ്പോൾ അവർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്യുന്നു? ഒരു 200 കോടിയും കൂടി വീണ്ടും അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. സോ മാർക്കറ്റ് വീണ്ടും താഴേക്ക് തന്നെ വരുന്നു.
റിജക്ഷൻ സംഭവിച്ച് റീറ്റെയിൽ ട്രേഡേഴ്സ് ഇവിടെ പ്രോഫിറ്റ് എടുത്ത് അത് വീണ്ടും ഓപ്പോസിറ്റ് തന്നെ പോകുന്നു. ഇവിടെ എന്ത് ചെയ്യുന്നു? ഇതേ പൊസിഷൻ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വീണ്ടും ഒരു 400 കോടി അല്ലെങ്കിൽ 600 കോടിയൊക്കെ ബാക്കിയുള്ള അവരുടെ ഓർഡേഴ്സ് എന്ത് ചെയ്യുന്നു? അവിടെ പ്ലേസ് ചെയ്യുന്നു. സോ മാർക്കറ്റ് അവിടെ എത്തുന്നതിന് മുന്നേ തന്നെ അവർ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഓർഡേഴ്സ് അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. സോ അപ്പോൾ മാർക്കറ്റ് എന്താ സംഭവിക്കുക? അവർക്ക് ആവശ്യമായിട്ടുള്ള ഓർഡേഴ്സുകളൊക്കെ കളക്ട് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യും? ഒറ്റയടിക്ക് എന്ത് ചെയ്യും? മൂവ് ചെയ്യാൻ തുടങ്ങും. അവർക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു റൂട്ടിൽ തന്നെയാണ് മാർക്കറ്റ് അവർ കൊണ്ടുപോകുന്നത്. സോ അതിനെയാണ് നമ്മൾ ആദ്യം തന്നെ പഠിച്ചിട്ടുള്ളത്. മാർക്കറ്റിനെ മൂവ് ചെയ്യിപ്പിക്കുന്നത് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസുകളാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസുകളിലൊക്കെ പറഞ്ഞുതരാൻ. കാരണം ഇത്രയും വലിയ ക്വാണ്ടിറ്റി അവർ മാർക്കറ്റോട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവർ ഉദ്ദേശിച്ച രീതിയിലാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. അപ്പം ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചെടുക്കുക, എന്നിട്ട് അതുപോലെ ട്രേഡ് എടുക്കാൻ പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്, റീറ്റെയിൽ ട്രേഡേഴ്സ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സപ്ലൈ സോൺ എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്, ഇതേ സോണിൽ തന്നെ 2, 3, 4 തവണ ടച്ച് ചെയ്യുകയില്ല എന്നുള്ളതാണ് നമ്മൾ മുന്നത്തെ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് പഠിച്ചിട്ടുള്ളത്. അപ്പം നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? ഇതേ ഏരിയയിൽ തന്നെ അവർ എൻട്രി എടുക്കാൻ നോക്കുകയില്ല. ചിലപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്യും? കുറച്ച് താഴേക്ക് പോയിട്ട് ചിലപ്പം ഈ ഒരു താഴേന്നാവും ബാക്കിയുള്ള 600 ഓർഡേഴ്സൊക്കെ കളക്ട് ചെയ്യുന്നത്. കാരണം എന്തുകൊണ്ടാണ്? ഈ ഒരു ഏരിയയെ ലിക്വിഡിറ്റി ചെയ്തിട്ടാവാം എന്ത് ചെയ്യുന്നത്? അവർ കുറച്ച് താഴേന്ന് ബാക്കിയുള്ള ഓർഡറുകൾ കളക്ട് ചെയ്യുന്നത്. അതൊക്കെ മാർക്കറ്റിൽ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ആ ഒരു കോൺസെപ്റ്റ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തന്നത്. സോ നമുക്ക് മാർക്കറ്റിലോട്ട് പോവാം. ഇതുണ്ട് ഗോൾഡിൻ്റെ ആ ഒരു ചാർട്ടാണ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഇവിടെ പെട്ടെന്ന് തന്നെ നമുക്കൊരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ക്യാൻഡിൽസ് ഇവിടെ കാണാൻ പറ്റും. ശക്തമായിട്ടുള്ള ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ക്യാൻഡിൽസ് ആണ് കാണാൻ പറ്റുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ എൻട്രി എടുത്തിട്ടുണ്ടാവും എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്നുള്ളത് ഈ ഒരു ക്യാൻഡിൽസിനെ ഒന്ന് എന്ത് ചെയ്യുക? മാർക്ക് ചെയ്തിടുക. മാർക്ക് ചെയ്യുമ്പോൾ ഇതൊരു വലിയ ക്യാൻഡിൽസ് ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ താഴെയുള്ള ഈ ഒരു ക്യാൻഡിൽസിനെ നമ്മൾ എടുത്താൽ മതി. ഈ ഒരു ക്യാൻഡിൽസിനെ മാത്രം നമ്മൾ ഒന്ന് നോക്കി വെക്കുക. സോ നമ്മളുടെ റെക്റ്റാങ്കിൾ ഉപയോഗിച്ച് എന്ത് ചെയ്യാം? ഈ ഒരു ക്യാൻഡിൽസിനെ വരച്ചതിന് ശേഷം ഇത് നീട്ടി വരക്കുക. ഇതൊന്ന് നീട്ടി വരിക. കാരണം മാർക്കറ്റ് അപ്പ് ട്രെൻഡിലോട്ട് പോയി, അതിന് ശേഷം കണ്ടോ മാർക്കറ്റ് അപ്പ് ട്രെൻഡിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് വേണ്ട എൻട്രി എന്നുള്ളത് നമ്മൾ നോക്കുന്ന ഈ ഒരു സമയത്ത് ഇവിടെയാണ് മാർക്കറ്റ്, നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെയാണ് മാർക്കറ്റ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പഠിച്ച കോൺസെപ്റ്റ് വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെ ബാക്കിലോട്ട് ആദ്യം നോക്കും. എന്നിട്ട് ഇവിടെ നമ്മൾ പഠിച്ച രീതിയിലുള്ള ഏതെങ്കിലും ഒരു എൻട്രി ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. സോ നമുക്ക് ഇവിടെ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ക്യാൻഡിൽസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതൊരു ഡിമാൻഡ് സോൺ ആണ് എന്നുള്ളത് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റത്തില്ല. സോ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ എൻട്രി എടുത്തിട്ടുണ്ടാവാം എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? എൻട്രി എടുക്കാം. സോ എങ്ങനെയാണ് നമ്മൾ എൻട്രി എടുക്കേണ്ടത്? ഇവിടെ ഡിമാൻഡ് സോൺ ആണ്. കാരണം ഇതൊരു അപ്പ് ട്രെൻഡ് ആണ് പോകാൻ സാധ്യത. ഇതൊരു ബുള്ളിഷ് ക്യാൻഡിലാണ്, അതുകൊണ്ട് തന്നെ അപ്പ് ട്രെൻഡിലോട്ടാണ് പോകാൻ സാധ്യത. സോ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു അവസാനത്തെ ക്യാൻഡിൽസ്, കാരണം ഈ ഒരു പ്രൈസ് മൂവ്മെൻറ്റ് സംഭവിച്ചിട്ടുള്ളത്, അതായത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെയുള്ള ക്യാൻഡിൽസിൽ നിന്നാണ്. അപ്പോൾ ഇവിടെയുള്ള ക്യാൻഡിൽസ് ഇതൊരു ബിഗ് ക്യാൻഡിൽസ് ആയതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഈ ഒരു ക്യാൻഡിൽസിനെ നമ്മൾ റെക്റ്റാങ്കിൾ ഉപയോഗിച്ച് എന്ത് ചെയ്തു? നീട്ടി വരച്ചു. സോ അതിനുശേഷം നിങ്ങളൊന്ന് നോക്കുക മാർക്കറ്റ് എങ്ങനെയാണ് വരുന്നത് എന്ന് എന്ത് ചെയ്യുക? വെയിറ്റ് ചെയ്യുക. സോ ഡിമാൻഡ് സോണായാലും സപ്ലൈ സോണായാലും ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ഈ ഒരു റെക്റ്റാങ്കിൾ ഉപയോഗിച്ച് നമ്മൾ വരച്ചതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇതൊരു ഓർഡർ ബ്ലോക്കായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. സോ കുറേ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്നും ഇവിടെ നിന്നും ഒരു ബൈ ചെയ്തിട്ടുണ്ടാവും. സോ നമുക്ക് എന്താണ് ഇതൊരു ഓർഡർ ബ്ലോക്കായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറേ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇവിടെ നിന്ന് ബൈ ചെയ്തിട്ടുണ്ടാവും. ഈ ബൈ ചെയ്തവരുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് ഇവിടെ കിടക്കുക, ഈ ഒരു ഓർഡർ ബ്ലോക്കിന് തൊട്ട് താഴെയായിട്ടാവും കിടക്കുക. ഇത് കറക്റ്റായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവരെന്താ ചെയ്യുക? ഈ ഒരു സ്റ്റോപ്പ് ലോസ് എടുക്കാനാണ് നോക്കുക. സോ അപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്യുക? നമ്മുടെ ഈ ഒരു ഡിമാൻഡ് സോണിനെ എന്ത് ചെയ്യും? സ്വീപ്പ് ചെയ്യും. അതായത് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ഒക്കെ അവരുടെ ഒരു ഓർഡറായിട്ട് എടുത്തിട്ട് എന്ത് ചെയ്യും? അവരുടെ ഒരു ബൈ ഓർഡറായിട്ട് എടുത്തതിന് ശേഷം മാർക്കറ്റ് ഒരു മൂവ്മെൻറ്റ് സംഭവിക്കും. സോ ഡിമാൻഡ് സോണിൽ അപ്പോൾ എന്ത് ചെയ്യണം? ഡിമാൻഡ് സോണിൽ നിങ്ങൾ വരച്ചതിന് ശേഷം ആ ഒരു സോണിനെ സ്വീപ്പ് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക? ഒരു എൻട്രിക്ക് ശ്രമിക്കുക എന്നുള്ളതാണ്. സോ നിങ്ങളൊന്ന് കറക്റ്റ് നോക്കിക്കേ. ഡിമാൻഡ് സോൺ നമുക്ക് ഇവിടെ കിട്ടി, അത് നമ്മൾ വരച്ചു. നമുക്ക് എൻട്രി എടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഒരു മാർക്കറ്റ് ഇതിനെ സ്വീപ്പ് ചെയ്യണം. മാർക്കറ്റോടെ സ്വീപ്പ് ചെയ്തത് നമുക്ക് കാണാൻ പറ്റി.
ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാർക്കറ്റ് സ്വീപ്പ് ചെയ്തതിന് ശേഷം ഒരു ശക്തമായിട്ടുള്ള ഒരു ബൈയിങ് ക്യാൻഡിൽസ്, ഒരു ഗ്രീൻ ക്യാൻഡിൽസ് കണ്ടതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, അവിടെ ഒരു എൻട്രി എടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഈ ഒരു ഡിമാൻഡ് സോണിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സോ നമുക്ക് മാർക്കറ്റ് സ്വീപ്പ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് നേരെ മുകളിലോട്ട് പോയി നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് രീതിയിൽ എൻട്രി എടുക്കാം. ഒന്ന്, ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ കണ്ടതിന് ശേഷം ഈ ഒരു ബുള്ളിഷ് ക്യാൻഡലിൻ്റെ തൊട്ട് മുകളിലായിട്ട് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ഇവിടെ നിന്നും ഒരു ബൈ ഓർഡർ എടുക്കാം. നമ്മൾ ഈ ഒരു വരച്ചിട്ടുള്ള റെക്റ്റാങ്കിളിൻ്റെ കുറച്ച് താഴെ ആയിട്ട്, അതായത് ഈ ഒരു ക്യാൻഡിൽസിൻ്റെ കുറച്ച് താഴെ ആയിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസും സെറ്റ് ചെയ്യാം. സോ രണ്ടാമത്തെ എൻട്രി അവിടെ എടുക്കേണ്ടതെന്നുള്ളത് ഈ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ക്യാൻഡിൽസ് കണ്ടതിന് ശേഷം നമുക്ക് വെയിറ്റ് ചെയ്യാം. മാർക്കറ്റ് ഒന്നുകൂടെ റിജക്ഷൻ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്യുമ്പോൾ വീണ്ടും എന്ത് ചെയ്തു, മാർക്കറ്റ് താഴേക്ക് വന്നതിന് ശേഷം വീണ്ടും ഒരു ബൈയിങ് ക്യാൻഡിൽസ്, ഒരു ഗ്രീൻ ക്യാൻഡിൽസ് നമുക്ക് ഉണ്ട്. സോ രണ്ടും ഒരേ പൊസിഷനിൽ തന്നെയാണ്. നമുക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യാം, ഒരു എൻട്രി എടുക്കാം. സോ ഇങ്ങനൊരു എൻട്രി നമ്മൾ പ്ലേസ് ചെയ്തതിന് ശേഷം അതിൽ സ്റ്റോപ്പ് ലോസ് നമ്മൾ എവിടെ കൊടുക്കണം, അതായത് നമ്മൾ ഈ ഒരു വരച്ചിട്ടുള്ള, അതായത് നമ്മൾ ഡിമാൻഡ് സോണിൻ്റെ ഏറ്റവും അടിഭാഗത്ത് എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുക. ഇനി സ്റ്റോപ്പ് ലോസ് കുറച്ച് താഴേക്ക് വെച്ചാലും കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം റിസ്ക് നിങ്ങൾ എടുക്കേണ്ടി വരും എന്ന് മാത്രം. സോ എന്ത് ചെയ്തു, ഇങ്ങനെ സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇതിൻ്റെ കോൺസെപ്റ്റ് വെച്ചിട്ട് ഒരു വട്ടം ഈ ഒരു ഡിമാൻഡ് സോണിനെ സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മാർക്കറ്റിൽ ഇങ്ങനെ സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അത്രയും വലിയ ക്വാണ്ടിറ്റി എൻട്രി ഇവിടെ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക, മാർക്കറ്റിനെ മുകളിലോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുക. സോ താഴേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇത്രയും കോടികളുടെ നഷ്ടമാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഇനിയും താഴേക്ക് കൊണ്ടുവരാൻ മാർക്കറ്റിനെ ശ്രമിക്കുകയില്ല. സോ അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ധൈര്യമായിട്ട് ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം. സോ അങ്ങനെ നിങ്ങൾ സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ അടുത്ത കാര്യം നോക്കാനുള്ളത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ സോണിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് നിങ്ങളുടെ റിസ്ക് റേഷ്യോ എപ്പോഴും എന്ത് ചെയ്യുക, 1.2 അതിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുക, റിസ്ക് റേഷ്യോ നിങ്ങൾ സെറ്റ് ചെയ്യുക. നമ്മൾ റിസ്ക് റേഷ്യോ 1 ആണ് എന്നുണ്ടെങ്കിൽ ആ ഒരു സ്പോട്ടിൽ തന്നെ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും. സോ ഇതൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു 2 റേഷ്യോക്കുള്ളിലാണ് നമ്മൾ വെക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും. സോ നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, ഈ ഒരു പ്രോഫിറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും. അതിനുശേഷം കണ്ടോ മാർക്കറ്റ് എന്ത് ചെയ്തു, താഴേക്ക് പോയി. അതായത് ഈ ഒരു ഓർഡറിനെ സ്വീപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് താഴേക്ക് പോയി. അപ്പോൾ വലിയൊരു പ്രോഫിറ്റാണ് നിങ്ങളുടെ ബുക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, ഈ ഒരു സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട് മാർക്കറ്റ് താഴേക്ക് പോകും. സോ നിങ്ങൾ അപ്പോൾ എന്ത് ചെയ്യുക, ഡിമാൻഡാണ് സപ്ലൈ സോണിൽ ഒരു 1.2 റേഷ്യോയിൽ നിങ്ങളുടെ റിവാർഡ് സെറ്റ് ചെയ്യുക. സോ നിങ്ങളുടെ പ്രോഫിറ്റ് സെറ്റ് ചെയ്യുക. പക്ഷെ കുറേ പേർക്ക് അപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാകും, കാരണം ഇങ്ങനെ ഒരു മാർക്കറ്റ് റിജക്ഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽസ് വന്നതിന് ശേഷം ബുള്ളിഷ് ക്യാൻഡലിൻ്റെ മുകളിലാണ് നമ്മൾ എൻട്രി എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു താഴെന്നും എൻട്രി എടുത്തുകൂടെ എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്കവിടെ ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അത്രയും നമുക്ക് റിസ്ക് കുറയും. നമ്മുടെ ഈ ഒരു ഡിമാൻഡ് സോണിൽ എന്ത് ചെയ്തു, അത് സ്വീപ്പ് ചെയ്തു. അതിനുശേഷം ഒരു ബുള്ളിഷ് ക്യാൻഡിൽ കിട്ടി, ഇവിടെ വേണമെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം. സോ നമുക്ക് മാർക്കറ്റ് ഒരു റിജക്ഷൻ തരുമോ എന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ റിജക്ഷൻ സംഭവിച്ചതിന് ശേഷം ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ തന്നെ അവൾ ടച്ച് ചെയ്തു. ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഈ ഒരു താഴെ നിന്നും എൻട്രി എടുക്കണമെന്നുണ്ടെങ്കിൽ എൻട്രി എടുക്കാം. അവിടെ സ്റ്റോപ്പ് ലോസ് അത്രയും റിസ്ക് നമുക്ക് കുറയും. സോ അതിനുശേഷം കൺഫേം ആയിട്ട് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒരു ബുള്ളിഷ് ക്യാൻഡിൽ കൂടി കണ്ടതിന് ശേഷം എന്ത് ചെയ്യുക, അതിൻ്റെ മുകളിൽ എൻട്രി എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസിൻ്റെ ആ റിസ്ക് കുറച്ച് കൂടും എന്ന് മാത്രം. സോ അപ്പോൾ ഈ ഒരു ഡിമാൻഡ് സോണിൽ നിങ്ങൾക്ക് ഈ രീതിയിലൊക്കെ എൻട്രി എടുക്കാൻ പറ്റും. സോ ഇനി ഒന്ന് നോക്കിയേ, മാർക്കറ്റിൽ നമുക്ക് സപ്ലൈ സോൺ എങ്ങനെ കണ്ടുപിടിക്കുക, അതായത് ഒരു റേഞ്ച് മാർക്കറ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും, സൈഡ് വൈസ് മാർക്കറ്റ് കാണാൻ പറ്റും. ഒരേ റൂട്ടിൽ തന്നെ, അതായത് ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഇങ്ങനെ സഞ്ചരിക്കുന്നത്. സോ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്തു, ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽസ് ഫോം ആവുന്നു. അതായത് ഒരു ഷോർട്ട് പൊസിഷൻ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു കാൽക്കുലേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു സപ്ലൈ സോൺ ആയിട്ട് എടുക്കാൻ പറ്റും. സോ നമുക്കിവിടെ ഉണ്ടോ, അത്യാവശ്യം വലിയ 2 ക്യാൻഡിൽസ് ആണ് ഇവിടെ ഫോം ആയിട്ടുള്ളത്, ഷോർട്ട് ക്യാൻഡിൽസ് ആണ്. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ സെല്ല് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, അവസാനത്തെ ആ ഒരു സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ക്യാൻഡിൽസ് നമ്മൾ എന്ത് ചെയ്യുന്നു, മാർക്ക് ചെയ്യുന്നു. സോ നമ്മൾ എന്താ ചെയ്യേണ്ടത്, മാർക്കറ്റ് ഇവിടെ നിന്നാണ് നമ്മൾ മാർക്കറ്റിലോട്ട് എൻട്രി എടുക്കുന്നത്, അതായത് മാർക്കറ്റിലോട്ട് വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ആദ്യം ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഇതിനെ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ഇതിനെ ആ ഒരു റെക്റ്റാങ്കിൾ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, വരക്കുന്നു. സോ മാർക്കറ്റ് എന്ത് ചെയ്യുന്നു, നമ്മൾ നീട്ടി വരക്കുന്നു. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള അതേ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ മാർക്കറ്റിൽ സംഭവിക്കുന്നത്. ഓൾറെഡി ഇതൊരു ഓർഡർ ബ്ലോക്കായിട്ട് എടുക്കാൻ പറ്റും.
സോ ഓർഡർ ബ്ലോക്കായിട്ട് എടുത്ത ആളുകളുടെ എൻട്രി ഒക്കെ എന്തായിട്ടാവും ഇവിടെ കിടക്കുക. ഇവിടെ നിന്ന് ഓർഡർ ബ്ലോക്കായിട്ട് എടുത്ത ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇതൊരു ഓർഡർ ബ്ലോക്കായിട്ട് വരച്ചിട്ട് ഇവിടെ കുറേ ഷോർട്ട് എൻട്രികൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, പ്ലേസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. ഓർഡർ ബ്ലോക്കിൻ്റെ നമ്മൾ ആ ഒരു കോൺസെപ്റ്റ് പഠിച്ചപ്പോൾ തന്നെ ഇങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നത്. സോ അങ്ങനെ ട്രേഡ് എടുത്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് എന്തേക്കാരം ഈ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ തൊട്ട് താഴെയായിട്ട് കുറേ ബൈ ഓർഡേഴ്സ്, അതായത് അവരുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ കിടക്കുന്നുണ്ടാവും. സോ ഇത് കറക്റ്റായിട്ട് അറിയാവുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്യുന്നു, ഈ ഒരു ഓർഡേഴ്സുകൾ, ഈ ഒരു സ്റ്റോപ്പ് ലോസ് എല്ലാം എടുക്കുന്നു. അതായത് ഈ ഒരു ഓർഡർ ബ്ലോക്കിലെ ഈ ഒരു സോണിനെ സ്വീപ്പ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ ആ ഒരു പറഞ്ഞ കോൺസെപ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ സപ്ലൈ സോണായാലും ഡിമാൻഡ് സോണായാലും ഈ ഒരു സോണിനെ എന്ത് ചെയ്യണം, സ്വീപ്പ് ചെയ്യണം. സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ, ഒരു എൻട്രിക്കുള്ള ഒരു പൊസിഷൻ, ആ ഒരു എൻട്രി എടുക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള ഒരു തീരുമാനത്തിൽ നമുക്ക് എത്താൻ പാടുകയുള്ളൂ. സോ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ഒരു എന്ത് ചെയ്തു, ഈ ഒരു സോണിനെ, ഈ ഒരു ഓർഡർ ബ്ലോക്കിനെ, ഈ ഒരു സോണിനെ എന്ത് ചെയ്തു, സ്വീപ്പ് ചെയ്തു. സ്വീപ്പ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്തു, ഒരു ശക്തമായിട്ടുള്ള ഒരു ഷോർട്ട് ക്യാൻഡിൽസ് നമുക്ക് ഇവിടെ ഫോം ആയിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്യാൻഡിൽസിൻ്റെ ഈ ഒരു താഴെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഷോർട്ട് ക്യാൻഡിൽസ്, ഒരു ഷോർട്ട് എൻട്രി എടുക്കാൻ പറ്റും. സോ നമുക്ക് ഇവിടെ ഒരു ഷോർട്ട് എൻട്രി എടുത്തിട്ട് അതിൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ത് ചെയ്യാം, ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം. അതിൻ്റെ റിസ്ക് റിവാർഡ് റേഷ്യോ 1:2 ഒക്കെ റിസ്ക് റിവാർഡ് റേഷ്യോ നമുക്ക് സെറ്റ് ചെയ്യാം. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവിടെ നമുക്ക് നല്ല റിസ്ക് റിവാർഡ് റേഷ്യോ നമുക്ക് സെറ്റ് ചെയ്താൽ പ്രോഫിറ്റ് ഉണ്ട്. പക്ഷേ എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, അത് റിജക്റ്റ് ചെയ്യാം. അപ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടാം, ചില സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യാം, റിസ്ക് കുറഞ്ഞ രീതിയിൽ സെറ്റ് ചെയ്യാം. സോ 1:2 റിസ്ക് റിവാർഡ് റേഷ്യോയിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം. റിസ്ക് കൂടുതൽ എടുക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും റിസ്ക് കൂട്ടിയിട്ട് സെറ്റ് ചെയ്യാം. റിസ്ക് റിവാർഡ് റേഷ്യോ ഒക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൊക്കെ നമുക്ക് ചെയ്യാം. എന്താണ് റിസ്ക് റിവാർഡ് റേഷ്യോ, എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. സോ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു പൊസിഷനിൽ എൻട്രി എടുക്കാം, അതിന് സ്റ്റോപ്പ് ലോസ് തൊട്ട് മുകളിൽ കൊടുക്കാം, അതിൻ്റെ ടാർഗറ്റ് ഇവിടെ ഒരു 2 റേഷ്യോയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. സോ മാർക്കറ്റ് പോയത് എങ്ങനെയാണെന്ന് നോക്കിയാൽ, മാർക്കറ്റ് ഇങ്ങനെ വന്നു, ഒന്നുകൂടെ റിജക്ഷൻ സംഭവിച്ചു, മാർക്കറ്റ് താഴേക്ക് പോയി, നമ്മളൊരു ടാർഗറ്റ് ഇട്ടായി. ഇനി രണ്ടാമത്തെ ഒരു എൻട്രി നമ്മളിങ്ങനെ പറഞ്ഞത്, ഈ ഒരു ഷോർട്ട് ക്യാൻഡിൽസ് ഫോം ആയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റിനെ ഒന്ന് വെയിറ്റ് ചെയ്യാം അല്ലേ. മാർക്കറ്റ് ഒന്നുകൂടെ റിജക്ഷൻ തരാൻ സാധ്യത ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് വെയിറ്റ് ചെയ്യാം. മാർക്കറ്റ് നേരെ താഴേക്ക് തന്നെ വന്നതിന് ശേഷം നേരെ എന്ത് ചെയ്തു, റിജക്ഷൻ സംഭവിച്ചു. നമ്മൾ വിചാരിച്ച ആ ഒരു പൊസിഷനിൽ തന്നെ മാർക്കറ്റ് എന്ത് ചെയ്ത് എത്തി. സോ നമുക്കിവിടെ 2 രീതിയിൽ നമുക്ക് ഇവിടെ നിന്നും എൻട്രി എടുക്കാം. ഒന്ന്, ഒരു ഷോർട്ട് ക്യാൻഡിൽസ് ഫോം ആയതിന് ശേഷം അതിൻ്റെ ഒരു തൊട്ട് താഴെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു എൻട്രി പ്ലേസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ കുറച്ച് താഴെ നിന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ എൻട്രി പ്ലേസ് ചെയ്യാം. അതിനനുസരിച്ച് നിങ്ങളുടെ റിസ്ക് കുറയും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു കോൺസെപ്റ്റ് നിങ്ങളത് ഡെമോ ചെയ്ത്, അതായത് ഇതിൻ്റെ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് നല്ല പോലെ ആ ഒരു എക്സ്പീരിയൻസ് ആയതിനു ശേഷം മാത്രം എന്ത് ചെയ്യുക, ലൈവ് ട്രേഡിലിരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ ഒരു ഡിമാൻഡ് സോണും സപ്ലൈ സോണൊന്നും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല. സോ എന്ത് ചെയ്യുക, നിങ്ങൾ മാക്സിമം ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുക, മാർക്കറ്റിനെ ബാക്ക് ടെസ്റ്റ് ചെയ്ത് കൺഫേം ആയതിനു ശേഷം നിങ്ങൾ ഡെമോ ട്രേഡൊക്കെ ചെയ്ത് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടിയ ആ ഒരു കോൺഫിഡൻറ്റ് കിട്ടിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ലൈവ് ട്രേഡിലിരിക്കുക. സോ ഈ ഒരു ഡിമാൻഡ് സോണും സപ്ലൈ സോണും മാർക്കറ്റിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു ട്രേഡ് അവിടെ പ്ലേസ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, നമ്മുടെ ചാനലുകളൊക്കെ സപ്പോർട്ട് ചെയ്യുക. സോ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ ട്രേഡിങ് സീരിയസ് ആയിട്ടുള്ള ഈ ഒരു വീഡിയോകളെല്ലാം തന്നെ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എല്ലാ വീഡിയോയും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ വീഡിയോകളും കറക്റ്റായിട്ട് തന്നെ കാണുക. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഓർഡർ ബ്ലോക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. സോ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീണ്ടും അടുത്ത നല്ല വീഡിയോസുമായിട്ട് കാണാം.